ഹാൻഡ് റെയിലിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കുട്ടപ്പനാക്കിയിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ആദ്യത്തെ ഒരു കോട്ട് പെയിന്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മളെ ഉള്ളിലാണോ പുറത്താണോ അല്ലേ, നമ്മൾ ഒരു കോട്ട് പെയിന്റ് എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കണമല്ലോ തന്നെ നമ്മൾ ആൾക്കാരുടെ സ്കോർട്ടൂർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സിംഗിൾ സിന്നർ റണ്ണറുള്ള രീതിക്കാണ് ചെയ്തത്. ഇത് ആൾക്കാരുടെ പൈപ്പ് നമ്മൾ ഇത് മുക്കാൽ ഹാൻഡ് റെയിലിന്റെ അടിച്ചേക്കുന്നത്. ഇത് 2 ഗ്രന്റെ സ്ക്വയർ പേപ്പർ. ഇത് മെയിൻ ട്യൂബും ലെഗും ഇട്ടേക്കണം. അല്ലാട്ടോ ഇല്ലാത്ത നമുക്കിനി ഫിനിഷിങ്ങിന്റെ പെയിന്റ് മാത്രം നമ്മൾ 2 കുന്നിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതേ കാണുന്നത് ലാൻഡിങ്ങിന്റെ പൈപ്പ് മാത്രം നമ്മൾ 2 കുന്ന് ലാൻഡിങ്ങിന് ഒരു സിംഗിൾ ലാൻഡിങ് ആണ് വന്നേക്കുന്നത്. ഒറ്റ തിരിവ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റിങ് തിരിവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരു തിരിവ് അത് നമ്മൾ മോളിൽ ഒന്ന് ക്ലോസ് ചെയ്തേക്കോട്ടെ. അപ്പം താഴത്തേക്ക് പാർട്ടി പ്രത്യേകം പറഞ്ഞ് നമുക്ക് എഡ്ജിന്ന് ഏതായാലും ഒരു മൊത്തം ലാൻഡിങ് ഉൾപ്പെടെ 21 സ്റ്റെപ്പാണ് നമുക്ക് ലാസ്റ്റ് ബെഞ്ചിങ്ങിലേക്ക് നമ്മൾ കയറുന്നുണ്ടോ. അപ്പം 21 സ്റ്റെപ്പ്, അതായത് 20 എണ്ണം സ്റ്റെപ്പായിട്ടും നമ്മൾ കമന്റിൽ ചോദിക്കണ്ട കേട്ടോ. നമ്മുടെ ഈ സ്റ്റെപ്പിന് ബലമുണ്ടോ, സൈഡിൽ കൂടി ചോദിച്ച പൈപ്പ് ബെൻഡായി കൊടുക്കില്ല എന്നുള്ള കുറെ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇതിന് യാതൊരു ഒന്നും തിരിച്ച് ഇതിലും കയറിക്കണം. അതിപ്പോൾ നമ്മളുണ്ടോ ഈ സൈഡിൽ യാതൊരു സപ്പോർട്ടോ ഫിറ്റിയിലോ ടച്ചിങ്ങോ പിന്നിങ്ങോ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഒരു പൈപ്പിനൊരു ബെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിപ്പോ ഇതിലേക്ക് തടി കൂടി കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കോസ്റ്റ്ലി രീതിക്കല്ല നമ്മൾ ചെയ്യണത്. ഇതുപോലെ നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒത്തിരി കോസ്റ്റ്ലിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം ഇതുകൊണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക. എങ്ങനെ വന്നാലും ചെയ്താലും നമ്മൾ എത്തുന്നതായിരിക്കും. പിന്നെ നമ്മൾ തന്നെ വർക്ക് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഇച്ചിരി താമസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ.